രാത്രി 11 മണിയായപ്പം ജിൻസിക്കൊരു ഫോൺ വരികയാണ്. അവൾ പുതപ്പ് തലവഴി മൂടി തറയിൽ കിടന്ന് എന്തൊക്കെയോ കുശുകുശുകുന്നു. അവസാനം ഇത്ര മാത്രം വ്യക്തമായി കേൾക്കാം: ഞാൻ നാളെ അതുവഴി വരാം, അപ്പോൾ നേരിട്ട് നമുക്ക് സംസാരിക്കാം. ജിൻസി സംസാരിക്കുന്നത് എല്ലാം കേട്ടുകൊണ്ട് കട്ടിലിലൊരാൾ കിടപ്പുണ്ട്. മേളിലൊരാളുണ്ട് എന്ന് പറയുന്നത് പോലെ ദീപു. അയാൾ ഒന്നും മിണ്ടിയില്ല. ദീപുവാണ് ജിൻസിയുടെ ഭർത്താവ്. ഭാര്യ രാത്രി ആരെടുത്തോ സൊള്ളുവാണ്. പക്ഷെ ഇതൊന്നും കേട്ടിട്ടും ഭർത്താവിന് ഒരു കുലുക്കവുമില്ല. കാരണം ഇത് നല്ലപ്പോഴൊന്നുമല്ല ഇങ്ങനെ. ഒടുവിൽ ഈ മിണ്ടാപ്പൂച്ചയായ ഭർത്താവ് ചെയ്തത് എന്തെന്നോ ആ സംഭവത്തിലോട്ട് നമുക്കൊന്ന് നോക്കാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്കൊരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ദീപു പൊറുതി മുട്ടി നടക്കുകയാണ്. എത്ര നന്നാക്കാൻ ശ്രമിച്ചിട്ടും അവൾ നന്നാവുന്നില്ല. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവത്തില്ല. അയാൾ ഉറപ്പിച്ചു. അവൾ ഇനി ഈ ഭൂമുഖത്തിരിക്കരുത്. ദീപു ആ പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല. ഒരു പ്രാവശ്യം അതിനയാൾ ശ്രമിച്ചു. ആരുമില്ലാതിരുന്ന നേരത്ത് ഒരു പകൽ സമയം ജിൻസി മാത്രമേ ഉള്ളൂ. ദീപു നേരെ ചെന്ന് പലതവണ മനസ്സിൽ പ്ലാൻ ചെയ്ത് റിഹേഴ്സലൊക്കെ എടുത്ത് വച്ച ആ ഒരു കാര്യം നടപ്പിലാക്കാൻ അയാൾ ഒരു പ്ലാസ്റ്റിക് കയറുകൊണ്ട് പിന്നാലെ ചെന്ന് ജിൻസിയുടെ കഴുത്തിനെ വലിച്ചു മുറുക്കിയതാണ്. പക്ഷേ ആയുസിൻ്റെ വലിപ്പമൊന്നേ പറയാൻ പറ്റൂ. അവൾ എങ്ങനെയോ പുറത്തേക്ക് ഓടി നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി. പോലീസ് വന്ന് അന്നത് കേസുമായി, ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചതിന്. മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും ഇവർ തമ്മിലുള്ള ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വന്നിട്ടുണ്ട്, ഒന്ന് അവിടം വരെ ചെല്ലണമെന്ന് പറഞ്ഞിട്ട്. ദീപുവും ജിൻസിയും സ്റ്റേഷനിലെത്തി. കർശനമായ താക്കീത് നൽകിയിരിക്കുകയാണ് പോലീസ്. നിങ്ങൾ രണ്ടുപേരും ഇനി ഒരുമിച്ച് താമസിക്കണ്ട. ഒരു വധശ്രമമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇവർക്ക് 2 മക്കളാണ്. 9ഉം 4ഉം വയസ്സുള്ള ഒരു മോനും മോളും. 9 വയസ്സുകാരനെ അമ്മയ്ക്കും 4 വയസ്സുകാരിയെ അച്ഛനും കൊണ്ടുപോകാം. ഈ ഉടമ്പടി അനുസരിച്ചേ മതിയാകൂ. 2 പേരും സമ്മതിച്ചു. പക്ഷേ ദീപുവിന് ഒന്നും അങ്ങനെ അവസാനിപ്പിക്കാൻ വയ്യ. നേരത്തെ നടക്കാതെ പോയ പ്ലാൻ നടപ്പിലാക്കിയേ പറ്റൂ. അത് അയാളുടെ ഉറച്ച മനസ്സിൽ നിന്ന് വന്ന ഒരു തീരുമാനമായിരുന്നു. ഒരു കശുവണ്ടി ഫാക്ടറിയിലെ സൂപ്പർവൈസറാണ് ജിൻസി. അവൾ വരികയും പോവുകയും ചെയ്യുന്ന വഴിയിലൊക്കെ ദീപ് ഒളിച്ചു നിൽക്കും. എപ്പോഴാണ് ഒരു അവസരം ഒത്തുകിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ കാത്തുനിൽപ്പിലെല്ലാം അയാൾ ഒരു ബാഗ് തോളി തൂക്കിയിരുന്നു. ആ ബാഗിനകത്ത് ജിൻസിയെ കിട്ടണ വഴിയെ തീർക്കുന്നതിനുള്ള സാമഗ്രികളായിരുന്നു. ഒരു രക്ഷയുമില്ല, അവളെ കിട്ടുന്നില്ല. വരാല് വഴുതുന്ന പോലെ അവൾ വഴുതി പോവുകയാണ്. ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? അഭിനയിച്ചേ പറ്റൂ. സ്നേഹം വാരി വിതറണം, എന്നാലേ അവളെ അടുത്ത് കിട്ടൂ. അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ ജിൻസി ജോലി കഴിഞ്ഞ് വരുന്ന വഴി ദീപു കാത്തു നിന്നു. അപ്പോൾ അയാൾ കാണുന്നത് വരുന്ന വഴിയേ ആരോ ഒരാളുമായിട്ട് ജിൻസി സംസാരിച്ച് നടക്കുകയാണ്. അത് കണ്ട അയാളുടെ സകല കൺട്രോളും പോയി. പക്ഷെ അതെല്ലാം ഉള്ളിൽ അടക്കി അയാൾ യാതൊരു ഭാവഭേദവും ഇല്ലാതെ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു: ജിൻസി, എൻ്റെ കുറച്ച് തുണികളും സാധനങ്ങളും ഒക്കെ നിൻ്റെ വീട്ടിലാണ്. അതെനിക്ക് വേണം. അതെടുക്കാൻ ഞാൻ ഇന്ന് വൈകുന്നേരം അങ്ങോട്ട് വരും. അവൾ പറഞ്ഞു: വേണ്ട, നിങ്ങൾ അങ്ങോട്ട് വരണ്ട. അയാൾ പറഞ്ഞു: ഞാനൊരു പ്രശ്നത്തിനും അല്ല വരുന്നത്. നിനക്കിനി നിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം. ഞാൻ എൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പൊയ്ക്കോളാം. ഞാനൊരു ശല്യം നിനക്കിനി ഉണ്ടാക്കില്ല. അവളൊന്നും മിണ്ടിയില്ല. വൈകുന്നേരമായപ്പോൾ ജിൻസി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. 9 വയസ്സുകാരൻ മകൻ വരാന്തയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ദീപു നേരെ കയറി അടുക്കളയിലേക്ക് എത്തി. അവിടെ എന്തൊക്കെയോ എടുക്കുന്നത് പോലെയൊക്കെ നിന്നു. അപ്പോഴുണ്ട് ജിൻസിയുടെ ഫോൺ അടിക്കുന്നു. അവൾ കോള് കട്ട് ചെയ്ത് വെച്ചു. വീണ്ടും ഫോൺ അടിക്കുന്നു. ജിൻസി ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു: കുറച്ച് കഴിഞ്ഞ് തിരിച്ച് വിളിക്കാമെന്ന്. എന്നും പറഞ്ഞ് ഇവൾ കോള് കട്ട് ചെയ്തതും ദീപുവിൻ്റെ പെരുവിരൽ മുതൽ ദേഷ്യം ഇരച്ച് കയറി. അയാൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് അവളോട് ഫോണ് താ ജിൻസി എന്ന് ആവശ്യപ്പെട്ടു. അവൾ പറഞ്ഞു: ഇല്ല, ഇതെൻ്റെ ഫോണാണ്. ഇതെന്തിനു ഞാൻ നിങ്ങൾക്ക് തരണം? നിങ്ങൾ സാധനം എടുത്തും കൊണ്ട് പോ. അയാൾ ഫോണ് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചതും ജിൻസി ആ ഫോണും കൊണ്ട് ഒരൊറ്റ ഓട്ടം മുറ്റത്തോട്ട്. ഇത്തവണ ദീപു വിട്ടില്ല. അയാൾ പിന്നാലെ ഓടി. മുറ്റത്തിട്ട് തന്നെ കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി കൊണ്ട് ജിൻസിയുടെ തലയിൽ ഒരൊറ്റ വെട്ട്. അതോടെ അവൾ തറയിൽ വീണു. തറയിൽ വീണ ജിൻസിയുടെ ശരീരത്തിൽ 28 വെട്ടുവെട്ടി. അയാൾക്ക് അതുവരെ അടക്കി വെച്ച ദേഷ്യം മുഴുവൻ അയാൾ ആ ഒരു ശരീരത്തിൽ തീർത്തു. ഇത് കണ്ട് അലറി കരഞ്ഞ മകനെയൊന്നും അയാൾ തിരിഞ്ഞു പോലും നോക്കിയില്ല. നാട്ടുകാരൊക്കെ ഓടിക്കൂടി.
ദീപു മുഖത്തെയും കയ്യിലേക്ക് ചോരയൊക്കെ തുടച്ച് മാറ്റിയിട്ട് നേരെ ബൈക്കിൽ കയറി സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ചെന്ന് വെട്ടുകത്തി ഏൽപ്പിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കീഴടങ്ങി. അയാളുടെ മുഖത്ത് ഒരു ആശ്വാസമായിരുന്നു. തന്നെ ചതിച്ചുകൊണ്ടിരുന്ന ഭാര്യ ഇനി ഭൂമിയിലില്ല എന്ന ആശ്വാസം. എന്തിനാണ് ദീപുവിന് ഇത്രത്തോളം പക ഭാര്യയിൽ തോന്നാനുണ്ടായത് എന്ന് പറയാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് വർഷം പിറകോട്ട് പോകണം. പുഷ്പൻ്റെയും ലതയുടെയും ഒരേ ഒരു മകളാണ് ജിൻസി. പുഷ്പൻ അടുത്തുള്ള ഒരു കശുവണ്ടി ഫാക്ടറിയിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്തിരുന്നു. വളരെ ലാളിച്ചാണ് ഇവർ ഈ പെൺകൊച്ചിനെ വളർത്തിയത്. എന്തു പറഞ്ഞാലും പുഷ്പൻ മോക്കത് സാധിച്ചു കൊടുക്കും. മോളെ പഠിപ്പിച്ച് നല്ല ഒരു നിലയിൽ എത്തിക്കണമെന്നതായിരുന്നു ഏത് മാതാപിതാക്കളെയും പോലെ ഇവരുടെയും ആഗ്രഹം. ജിൻസി ആണെങ്കിൽ കാണാൻ നല്ല സുന്ദരി പെൺകൊച്ചായിരുന്നു. ആ കുട്ടിയുടെ ഭാഗ്യക്കേട് എന്ന് പറയാനേ പറ്റത്തുള്ളൂ. അവൾക്ക് 15 വയസ്സ്, അവൾ 10ൽ പഠിക്കുന്ന പ്രായം. പുഷ്പൻ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. ജോലിയൊന്നുമില്ലാതിരുന്ന ലതയ്ക്ക് മകളെ വളർത്താൻ ഇത് വലിയൊരു ബുദ്ധിമുട്ട് നേരിടേണ്ട അവസ്ഥയായി. എന്തായാലും ചെറിയ പണിക്കൊക്കെ പോയി ലത മോളെ പറ്റാവുന്ന വിധത്തിൽ പഠിപ്പിക്കാൻ ശ്രമിച്ചു. ജിൻസിക്ക് 18 വയസ്സായാലേ അച്ഛൻ്റെ ജോലി പോലും കിട്ടുകയുള്ളൂ. ആ കുട്ടി +2 പഠിക്കുന്ന കാലം. ജിൻസിയുടെ വീടിന് തൊട്ടടുത്തുള്ള അയൽവാസിയുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്ന ഒരു ചെറുപ്പക്കാരൻ. അവനാണ് ദീപു. ദീപുവിൻ്റെ ഒരു ബന്ധുവാണ് ജിൻസിയുടെ ഈ അയൽവാസി. ഒരു ദിവസം ദീപു ജിൻസിയെ മുറ്റത്ത് വെച്ച് കാണാനിടയായി. 2 പേരും തമ്മിൽ ഒരു പ്രണയം അവിടെ മുട്ടിട്ടു. പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കണ്ടതെല്ലാം കൂടെ ഒരാഴ്ച. ഒരു ദിവസം അമ്മയോട് ഒന്നും പറയാതെ ഈ ഒരാഴ്ച കണ്ട പയ്യൻ്റെ ഒപ്പം അവളൊരു ലെറ്റർ എഴുതി വെച്ചിട്ട് ഒളിച്ചോടി പോവുകയാണ്. ലത ആകെ തകർന്നു പോയി. ഒന്നാമത് ആകെയുള്ള ഒരേ ഒരു മോള്, അവളായിരുന്നു ആ അമ്മയ്ക്ക് എല്ലാം. രണ്ടാമത് ലതയെ അലട്ടിയത് അവൾ പ്രായപൂർത്തിയായിട്ട് പോലുമില്ല. പയ്യനാണെങ്കിൽ ഒരു ജോലിയുമില്ല. അവളെ ജീവിതം എന്താകും? ഇങ്ങനെ ആ അമ്മ ആദ്യ കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ 2 പേരും ലതയുടെ വീട്ടിൽ വരുന്നു. മാപ്പും ചോദിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. അങ്ങനെ ദീപുവിൻ്റെ വീട്ടുകാരും ലതയും ഒക്കെ ഇവർക്ക് മാപ്പൊക്കെ കൊടുത്ത് എല്ലാവരും ഒന്നായി. പിന്നെ ഇവരുടെ താമസം ലതയ്ക്കൊപ്പമായിരുന്നു. അപ്പോഴും ഇവർ വിവാഹം കഴിക്കുകയോ എന്തിന് രജിസ്റ്റർ പോലും ചെയ്തിട്ടില്ല. ഇതിനിടയ്ക്ക് ജിൻസി ഗർഭിണിയായി. ആദ്യത്തെ പ്രസവത്തിൽ ഒരു മോനാണ്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടാമതും പ്രസവിച്ചു ഒരു മോളെ. 3 വയസ്സ് തൊട്ടേ അതിന് ഒരു സ്നേഹവും ഇല്ല, അവന് ഒരു തമിശവും ഇല്ല. ഇളയതിനെ പ്രസവിച്ചപ്പോൾ വെളുത്ത ഒരു അവളെ പോലെ ഇരിക്കുന്ന ഒരു കുട്ടിയാണ്. ആ പെൺകൊച്ചിനെ മാത്രമേ അവൻ സ്നേഹിക്കുള്ളൂ. എവിടെ പോയാലും കൊണ്ടു നടക്കും. ഇതിനെ കൊണ്ടുപോവുകയൊന്നുമില്ല. അവിടെ മുതലാണ് ശരിക്കും പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം. ഈ 2 മക്കളെ ഒരു ദിവസം ദീപു ഇങ്ങനെ മാറി മാറി നോക്കുകയാണ്. മൂത്ത കൊച്ച് കറുപ്പ്, ഇളയത് വെളുപ്പ്. ഇതെങ്ങനെ? രണ്ടിനും 2 നിറവും. അയാളുടെ മനസ്സിൽ അപ്പോഴേ ഒരു സംശയത്തിൻ്റെ വിത്ത് വീണു. അത് അയാളോട് ആരോടും അധികം പറഞ്ഞില്ല, അത് പ്രകടിപ്പിച്ചതുമില്ല. അങ്ങനെ പോകവേ അയാൾക്ക് തോന്നിത്തുടങ്ങി, ഭാര്യയ്ക്കിപ്പോൾ തന്നെ അത്ര പിടുത്തമില്ല. ഒരുമിച്ച് കിടക്കുന്നില്ല, എന്തിന് അവൾ ഒന്നും നേരെ സംസാരിക്കുന്ന പോലുമില്ല, എന്തു ചോദിച്ചാലും ദേഷ്യം. അങ്ങനെ ഇരിക്കെ അച്ഛൻ്റെ ജോലിയും ജിൻസിക്ക് കിട്ടി. സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയതോടെ ജിൻസിക്ക് നല്ല മാറ്റങ്ങൾ വന്നു. എന്തിന്? അവൾ എപ്പോഴും ഫോണിലാണ്. എത്ര ചോദിച്ചിട്ടും ആര് വിളിച്ചെന്നോ ഒന്നും പറയുന്നില്ല. ഫോണൊന്ന് കയ്യിൽ നോക്കാൻ പോലും തരുന്നില്ല. ദീപ് ഒരു ദിവസം ജിൻസിയുടെ ഫോൺ അങ്ങ് എടുത്തു. അതിൽ വന്ന നമ്പറിലോട്ട് തിരിച്ച് വിളിച്ചപ്പോഴാണ് അറിയുന്നത് അതൊരു ഓട്ടോക്കാരൻ്റെ നമ്പരായിരുന്നു. മാസങ്ങളായിട്ട് ഭാര്യയും ഓട്ടോക്കാരനും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ നേരെ ആ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് ആ ഓട്ടോക്കാരനെ പൊക്കി. അന്ന് ദീപു ആ ഓട്ടോക്കാരനെ കൊന്നില്ലെന്നേ ഉള്ളൂ. അതിന് മാത്രം പ്രശ്നങ്ങൾ അവിടെ റോഡിൽ ഉണ്ടാക്കിയിട്ട് അവസാനം ഒരു താക്കീതും കൊടുത്തു, ഇനി മേലെ നീ എൻ്റെ ഭാര്യയെ വിളിച്ചു പോകരുത്. പക്ഷേ ഇതിന് ശേഷവും ജിൻസിക്ക് ചെറപറാ കോള് വന്നുകൊണ്ടിരുന്നു. ഇത്തവണ ജിൻസി ഫോണിലൊരു ലോക്ക് ഇട്ടു. എത്ര ശ്രമിച്ചിട്ടും ദീപുവിന് ആ ലോക്ക് അഴിക്കാൻ പറ്റുന്നില്ല. ഇതും കൂടെ ആയപ്പോൾ ദീപുവിൻ്റെ നിയന്ത്രണം വിട്ടു. ഇതിപ്പോൾ ആ ഓട്ടോക്കാരൻ മാത്രമാണോ ഇവരുടെ കാമുകൻ, അതോ പലരും ഇവർക്ക് ഉണ്ടോ എന്നൊക്കെ അയാൾക്ക് ആകെ കൺഫ്യൂഷനായി. തൻ്റെ ഭാര്യ ഇനി എന്തായാലും ഒരിക്കലും തന്നിലോട്ട് വരില്ല എന്ന് മനസ്സിലാക്കിയ ദീപു 1 മാസം കൊണ്ട് ആസൂത്രണം ചെയ്തൊരു കൊലപാതകമാണ് അന്ന് അവിടെ നടപ്പിലാക്കിയത്. പോലീസ് പറയുന്നത് ഇയാൾക്ക് കുറ്റസമ്മതം നടത്തിയെങ്കിലും യാതൊരു പശ്ചാത്താപവും ഇല്ലായിരുന്നു എന്നതാണ്.
ശരിക്കും മരിച്ച ജിൻസിക്ക് തന്നെ അറിയാം കാമുകനാണോ കാമുകന്മാരാണോ അതോ ഒരു ബന്ധവും ആരുമായിട്ട് ഇല്ലായിരുന്നു, എല്ലാം ദീപുവിൻ്റെ സംശയം മാത്രമാണോ എന്നൊക്കെ. എന്തായാലും ഈ ദുരന്തത്തിന് ഫോൺ ഒരു കാരണം തന്നെയാണ്. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.